രമേശ് ചെന്നിത്തലയ്ക്ക് നേരത്തെ തന്നെ പ്രസക്തിയുണ്ട്. അത് വി ഡി സതീശൻ മാത്രം എന്ന് കരുതുന്ന, അല്ലെങ്കിൽ വി ഡി സതീശനെ പോലെ ഈ ഞാൻ ഭാവത്തോടെ സ്വന്തമായ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കി ആ നെറ്റ്വർക്കിനെ കൊണ്ട് മുഴുവൻ ഈ പുകഴ്ത്തൽ നടത്തുന്ന അങ്ങനെ ഒരു സംവിധാനം രമേശ് ചെന്നിത്തലയ്ക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഈ കാലയളവിലൊക്കെ രമേശ് ചെന്നിത്തലയ്ക്ക് അങ്ങനെയുള്ള ഒരു പ്രസക്തി ഉണ്ടോ, പ്രസക്തി കുറഞ്ഞോ കൂടിയോ എന്നൊക്കെയുള്ള ഒരു ചോദ്യത്തിൻ്റെ തന്നെ ഒരു ആവശ്യകത വരുന്നത്. രമേശ് ചെന്നിത്തലയ്ക്ക് എക്കാലത്തും കേരള രാഷ്ട്രീയത്തിൽ പ്രസക്തിയുള്ള നേതാവാണ് എന്നതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇവിടെ ഇപ്പോൾ NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരുമായി ഉണ്ടായിരുന്ന ആ പിണക്കം 11 വർഷത്തെ ഒരു പിണക്കമാണ്. ആ പിണക്കം അവസാനിപ്പിക്കുന്നത് ഒരു നല്ല കാര്യമാണ്, അല്ലെങ്കിൽ ആ പിണക്കം അവസാനിക്കുന്നത് അത് രണ്ട് കൂട്ടർക്കും, NSSനായാലും രമേശ് ചെന്നിത്തലയ്ക്കായാലും മ്യൂച്വലി ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമായി മാറുന്നത് രമേശ് ചെന്നിത്തലയായിരിക്കും. അടുത്ത 2026 UDF അധികാരത്തിലേക്ക് വരികയാണെങ്കിൽ അതിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ കിട്ടാൻ പോകുന്ന കോൺഗ്രസ് UDF സംവിധാനത്തിനുള്ളിലെ നേതാവ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം. അതായത് NSS SNDP രണ്ട് സമുദായങ്ങളുടെ ഒന്നും തിണ്ണ നിറങ്ങില്ല എന്ന് പറയുന്ന വി ഡി സതീശനെ കുറിച്ച് 2022 തന്നെ പറവൂരിൽ പോയി G. സുകുമാരൻ നായർ എന്ന NSS ജനറൽ സെക്രട്ടറി പ്രസംഗിച്ചിട്ടുണ്ട്. തിണ്ണ നിരങ്ങില്ലെന്ന് പറയുന്ന ആൾ ആ പറഞ്ഞ പ്രസ്താവനയ്ക്ക് 24 മണിക്കൂർ മുൻപ് എന്നെ വന്ന് കണ്ടിരുന്നു. ഞാൻ അപ്പോൾ തന്നെ അവിടുത്തെ താലൂക്ക് യൂണിയനെ വിളിച്ചിട്ട് പ്രചാരണത്തിനായി പോകണം എന്ന് ഞാൻ പറഞ്ഞതാണ് എന്ന് G. സുകുമാരൻ നായർ തന്നെ പരസ്യമായി പറഞ്ഞതാണ്. അത് പറവൂരിൽ പോയി NSSൻ്റെ തന്നെ പരിപാടിയിൽ പോയി പ്രസംഗിക്കുകയാണ് G. സുകുമാരൻ നായർ ചെയ്തത്. അപ്പോൾ പറയുന്നതൊന്ന് പ്രവൃത്തിയൊന്ന്, ആ രീതിയിൽ പോകുന്ന ഒരാളെ ഗ്ലോറിഫൈ ചെയ്യേണ്ട ആവശ്യകതയില്ല. ഇവിടെ ഇപ്പോൾ ചെന്നിത്തലയാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. ഇവിടെ മന്നം ജയന്തി പൊതുസമ്മേളനത്തിലെ മുഖ്യപ്രഭാഷകൻ, അതുപോലെ തന്നെ 28-ാം തീയതി വൈക്കം SNDP താലൂക്ക് യൂണിയൻ സംഘടിപ്പിക്കുന്ന ആശ്രമം ഹൈസ്കൂളിൽ നടക്കുന്ന ശിവഗിരി തീർത്ഥാടന പദയാത്രയുടെ സമ്മേളനം, ഈ രണ്ട് പരിപാടികളിലും രമേശ് ചെന്നിത്തല വരുമ്പോൾ അതിലെ പൊതുവായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം K. കരുണാകരന് ശേഷം NSSനും SNDPക്കും ഒരേപോലെ സ്വീകാര്യനായ, ഒരേ സമയത്ത് രണ്ട് സംഘടനകളും അല്ലെങ്കിൽ രണ്ട് സംഘടനകളുടെയും ജനറൽ സെക്രട്ടറിമാർ ഒരേപോലെ എൻഡോഴ്സ് ചെയ്യുന്ന മറ്റൊരു നേതാവിനെ നമ്മൾ ഈ സമീപകാലത്തൊന്നും കണ്ടിട്ടില്ല എന്നതാണ്. ഒരാൾ ഒന്ന് പറയുമ്പോൾ മറ്റേ ആൾ തിരിച്ചു പറയുന്നതൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് സമയത്തായാലും ഒക്കെ പ്രസ്താവനകൾ വരുമ്പോൾ ഈ രീതിയിൽ ഒരു നേതാവിനെ, ഒരു സിംഗിൾ ഫിഗറിനെ എൻഡോഴ്സ് ചെയ്യുന്നത് K. കരുണാകരന് ശേഷം ഇപ്പോൾ രമേശ് ചെന്നിത്തലയാണ്. മാത്രമല്ല ഇവിടെ പ്രീതി നടേശനാണ് വൈക്കത്തെ പരിപാടിയിൽ ഒപ്പം പങ്കെടുക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ്റെ കൃത്യമായ തീരുമാനമാണ് രമേശ് ചെന്നിത്തല ആ പരിപാടിയിൽ പങ്കെടുപ്പിക്കുക എന്നുള്ളത്. അത് ഈ മാസം 28-ാം തീയതിയാണ്. അതിനുശേഷമാണ് മന്നം ജയന്തി സമ്മേളനത്തിലേക്ക്, പൊതുസമ്മേളനത്തിലെ മുഖ്യപ്രഭാഷകനായി രമേശ് ചെന്നിത്തല വരുന്നത്. അപ്പോൾ ആ പ്രഭാഷണത്തിൽ പ്രധാനമായും രമേശ് ചെന്നിത്തല ഉൾക്കൊള്ളിക്കാൻ സാധ്യതയുള്ളത് എന്തുകൊണ്ട് ഈ അകൽച്ചയുണ്ടായി എന്നതിൽ സമുദായ അംഗങ്ങൾക്ക് കൃത്യമായ ഒരു വിശദീകരണം നൽകുന്ന ഒരു പ്രഭാഷണമായിരിക്കും രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നത് ഉറപ്പാണ്. മഞ്ഞുരുക്കം എന്ന് പറയുന്നത് കുറച്ച് കാലങ്ങളായി, രമേശ് ചെന്നിത്തല കുറച്ച് കാലങ്ങളായി തന്നെ ആ മഞ്ഞുരുക്കം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ വിസിബിളായി പുറത്തു വരുന്നത് ഈ ഒരു സമ്മേളനത്തിലെ ഈ ഒരു ക്ഷണത്തോടു കൂടിയാണ്. എന്തായാലും വി ഡി സതീശന് റോഡ് ടു ക്ലിഫ് ഹൗസ് എന്ന് പറയുന്നത് അത് ബുദ്ധിമുട്ടുള്ള ഒരു പാത തന്നെയാണ് എന്നതാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ്റെ വാചകം തന്നെ നോക്കൂ, പ്രതിപക്ഷ നേതാവിന് പക്വതയില്ല, വെറുപ്പ് വിലയ്ക്ക് വാങ്ങുന്നയാളാണ് വി ഡി സതീശൻ എന്നതാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. അതെന്തുകൊണ്ടാണ്? ചിലരിലേക്ക് മാത്രം നോക്കുന്നു, അല്ലെങ്കിൽ തനിക്ക് ചുറ്റുമുള്ള ആ ഒരു വലയത്തെ മാത്രം തൃപ്തിപ്പെടുത്തുന്നു. അതുകൊണ്ട് അകന്നു പോകുന്ന വിഭാഗങ്ങളെ, അകന്നു പോകുന്ന മുതിർന്ന നേതാക്കളെ അതൊന്നും തിരിച്ചറിയുന്നില്ല. യുവനിരയുടെ മാത്രം പിന്തുണ കൊണ്ടല്ല കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയും കോൺഗ്രസിൻ്റെ അണികളും എല്ലാം ചേരുന്ന ആ ഒരു പ്രസ്ഥാനം ഇത്രയും കാലം വളർന്നിട്ടുള്ളത് എന്നതുകൂടി മനസ്സിലാക്കണം. ഇവിടെ വി ഡി സതീശൻ ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിലെയും ഒക്കെ ചേർത്ത് നിർത്തുമ്പോൾ അകന്നു പോകുന്ന മുതിർന്ന നേതാക്കളെ കുറിച്ച് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. K. സുധാകരൻ മുതൽ അങ്ങോട്ടുള്ള മുതിർന്ന നേതാക്കളിൽ പലർക്കും ഉള്ള അതൃപ്തികൾ അത് മനസ്സിലാക്കാനായി പ്രതിപക്ഷ നേതാവ് ശ്രമിക്കേണ്ടതാണ്. ഇവിടെ ഈ സമുദായ സംഘടനകളുടെ കാര്യത്തിൽ, സമുദായ സംഘടനകളുമായി രാഷ്ട്രീയ നേതാക്കളുടെ, അതിപ്പോൾ ഏത് പാർട്ടിയിലായാലും, കോൺഗ്രസ് ആയാലും CPIM ആയാലും BJP ആയാലും മുസ്ലിം ലീഗ് ആയാലും, മുസ്ലിം ലീഗ് നേതാക്കൾ അവർ സമുദായവുമായി അത്രയും ചേർന്ന് നിൽക്കുന്നവരാണ്. ഇവിടെ ഈ മറ്റ് മൂന്ന് പാർട്ടികളും BJPയും CPIMഉം കോൺഗ്രസും, ഇവർ മൂന്ന് പേരും എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും എല്ലാ സമുദായ നേതാക്കളെയും കാണുകയും എല്ലാവരുടെയും പിന്തുണ ആർജിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരാണ്. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ കണ്ടതാണല്ലോ, അവിടെ പോകാത്ത ഏതെങ്കിലും സ്ഥാനാർത്ഥിയുണ്ടോ? അപ്പോൾ NSS എന്ന് പറയുന്നത് എന്തോ ബാർഗെയിൻ ചെയ്യുന്ന ഒരു ടീമാണ് എന്നൊക്കെ രീതിയിലൊക്കെയുള്ള പല പ്രസ്താവനകളും പലരും നടത്തും. എന്നിട്ട് ഇതേ രീതിയിൽ തന്നെ പോയി കാണുകയും ചെയ്യും, അനുഗ്രഹം വാങ്ങുകയും ചെയ്യും. അപ്പോൾ രണ്ടും കൂടി ചെയ്യരുത്. ഒന്നുകിൽ നിങ്ങൾ എൻഡോഴ്സ് ചെയ്യണം, അല്ല എങ്കിൽ നിങ്ങൾ തള്ളിപ്പറയണം. രണ്ടും ചെയ്യുന്നത് അത്ര ശരിയായ ഒരു നിലപാടല്ല. അതുകൊണ്ടാണ് G. സുകുമാരൻ നായർക്ക് പറവൂരിലെ പരിപാടിയിൽ പോയി വി ഡി സതീശൻ ഇങ്ങനെയാണ് എന്ന് പറയേണ്ടി വന്നത്. വെള്ളാപ്പള്ളി നടേശൻ അതുകൊണ്ടാണ് ഇപ്പോഴും പറയുന്നത്
എന്തെങ്കിലും പ്രശ്നം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞവസാനിപ്പിക്കണം, അതിന് രമേശ് ചെന്നിത്തലയെ മാതൃകയാക്കണം എന്ന് ആ ഉപദേശം കൊടുക്കുന്നത് VD സതീശനാണ്. അതായത് രമേശ് ചെന്നിത്തലയ്ക്ക് പക്വതയുണ്ട്, രമേശ് ചെന്നിത്തലയ്ക്ക് പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ അറിയാം, രമേശ് ചെന്നിത്തലയ്ക്ക് കേരള രാഷ്ട്രീയത്തിൽ വേണ്ട മെയ് വഴക്കം കൃത്യമായി ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതായത് ഇതെല്ലാം ചേർത്ത് വെക്കുമ്പോഴാണല്ലോ ഇരുത്തം വന്ന ഒരു നേതാവ് എന്ന ഒരു വാചകം നമുക്ക് പ്രയോഗിക്കാൻ കഴിയുക. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇരുത്തം വന്ന ഒരു നേതാവ്, ഈ രണ്ടുപേരെ കമ്പയർ ചെയ്യുമ്പോൾ അതിൽ ഇരുത്തം വന്ന നേതാവ് രമേശ് ചെന്നിത്തല തന്നെയാണ്, അതിലൊരു ഡൗട്ടും ഇല്ല. മാത്രമല്ല VD സതീശന് ഈ SNDPയുടെയും NSSന്റെയും ജനറൽ സെക്രട്ടറിമാരുമായിട്ട് അത്ര നല്ല ബന്ധമേ അല്ല എന്നുള്ളത് വ്യക്തമാണ്. പ്രതിപക്ഷ നേതാവിനോട് താല്പര്യമില്ലായ്മ അവർക്കുള്ളത് കൊണ്ടാണ് അവർ രമേശ് ചെന്നിത്തലയിലേക്ക് കൂടുതൽ അടുക്കുന്നത്. അത് അവർ ഓപ്പണായി പറയുന്നത്. അത് തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേ മാസമല്ല പറയുന്നത്, വളരെ നേരത്തെ പറയുകയാണ്. അപ്പോൾ ആ ഒരു പ്ലാൻ എന്ന് പറയുന്നത് കൃത്യമാണ് എന്നത് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. അതായത് ഈ രണ്ട് സമുദായ നേതാക്കന്മാർക്കും അല്ലെങ്കിൽ സമുദായ സംഘടനകൾക്കും ഉള്ള താല്പര്യം അത് VD സതീശൻ എന്ന കോൺഗ്രസ് നേതാവിനേക്കാൾ രമേശ് ചെന്നിത്തല എന്ന കോൺഗ്രസ് നേതാവിനോടാണ് എന്നതാണ് അവിടെ വ്യക്തം. ഇവിടെ കോൺഗ്രസിലെ ഉൾപ്പാട്ട് രാഷ്ട്രീയം, ഈ AI ഗ്രൂപ്പുകളൊക്കെ ഇല്ലാതാകുന്നു, അല്ലെങ്കിൽ AI ഗ്രൂപ്പിന് പകരം മറ്റു പല വിഭാഗങ്ങളായി അല്ലെങ്കിൽ മറ്റ് പലരിലേക്കും കേന്ദ്രീകരിക്കുന്ന തരത്തിലുള്ള കോക്കസുകളായി മാറുന്നു എന്നൊരു വിലയിരുത്തൽ നടക്കുന്നുണ്ട്. അത് ശരിയാണെന്ന് മനസ്സിലാക്കുന്ന തരത്തിലാണ് VD സതീശൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തനം. VD സതീശൻ്റെ ചുറ്റും നിൽക്കുന്ന ഒരു ആൾക്കൂട്ടത്തെ അല്ലെങ്കിൽ തന്നെ ചേർത്ത് നിർത്തുന്ന, താൻ വലിയവനാണ് എന്ന് പറയുന്ന ആളുകളോടുള്ള ഒരു ആഭിമുഖ്യം നന്നായി വരുന്നുണ്ട് എന്നതാണ് ഇക്കഴിഞ്ഞ മാസങ്ങളിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാകും. ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ആളുകളിൽ താല്പര്യമുണ്ടാക്കിയെടുക്കുകയും ആളുകളെ കൊണ്ട് നല്ലത് പറയിപ്പിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അത് രമേശ് ചെന്നിത്തലയുടെയും VD സതീശൻ്റെയും പെർഫോമൻസ്. അത് ഇപ്പോൾ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയാണെങ്കിൽ ലീഗുമായിട്ടൊക്കെ ചേർന്ന് നിരവധി യോഗങ്ങളൊക്കെ നടത്തുകയും ഒക്കെ ചെയ്തതാണ്. കുഞ്ഞാലിക്കുട്ടിയുടെയൊക്കെ നിർദ്ദേശാനുസരണം ലീഗുമായി ചേർന്നൊക്കെ യോഗങ്ങൾ നടത്തുകയാണ് മഹാരാഷ്ട്രയിൽ രമേശ് ചെന്നിത്തല. അപ്പോൾ രമേശ് ചെന്നിത്തലയുടെ മാത്രം ഉത്തരവാദിത്വമാണ് മഹാരാഷ്ട്ര തോറ്റത് എന്നുള്ള ഒരു വ്യാഖ്യാനത്തോടൊന്നും എനിക്കൊട്ടും യോജിപ്പില്ല. കാരണം രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു അസൈൻമെൻറ്റ് കൊടുത്തു, ആ അസൈൻമെൻറ്റിന് കൃത്യമായി അദ്ദേഹം പോയി പെർഫോം ചെയ്തു. കേരളത്തിലെ അല്ല, മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പാണ് അദ്ദേഹത്തിന് കൊടുത്ത അസൈൻമെൻറ്റ്. കഴിഞ്ഞ ജൂലൈ മാസത്തിൽ, ജൂൺ മാസമാണെന്ന് ഞാൻ ഓർക്കുന്നു, എനിക്ക് കൃത്യമായി ഞാൻ ഓർക്കുന്നില്ല, അപ്പോൾ ജൂണിലാണെന്ന് തോന്നുന്നു, UDF യോഗത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കാത്തതിനെ ചൊല്ലിയുള്ള ഒരു പിണക്കവും പിന്നീട് VD സതീശൻ പോയി രമേശ് ചെന്നിത്തലയെ കണ്ടതുമായിട്ടുള്ള ഒരു സംഭവമൊക്കെ ഉണ്ണിസാർ ഓർക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും ഇതിനൊക്കെ പിന്നിലുണ്ട്. രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ഒരു മുതിർന്ന നേതാവിനെ വേണ്ട രീതിയിൽ പരിഗണിക്കാതെ സ്വന്തം നിലയ്ക്ക് പോകുന്ന, അതായത് മുൻ പ്രതിപക്ഷ നേതാവാണ്. അപ്പോൾ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ പ്രതിപക്ഷ നേതാവിനെ വേണ്ടത്ര ഒരു മര്യാദയോടെ ഗൗനിക്കാതെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതൊക്കെ ഈ സമുദായ നേതാക്കളും കാണുന്നുണ്ടെന്നേ. അതുകൊണ്ടൊക്കെ കൂടിയാണ് അവർ ഈ തീരുമാനവും അഭിപ്രായവുമൊക്കെ തുറന്നു പറയുന്നത്. ഇപ്പോൾ രമേശ് ചെന്നിത്തല കൂടുതൽ ആക്റ്റീവായി രംഗത്ത് വരുന്നത് നമുക്ക് കാണാം. കഴിഞ്ഞ 2 ആഴ്ചയായിട്ടാണ് തുടരെ പ്രസ്താവനകൾ അദ്ദേഹം നടത്തുന്നത്. ഇപ്പോൾ KSEB കാർബോറാണ്ടമായാലും എല്ലാ വിഷയങ്ങളിലും അദ്ദേഹം കൃത്യമായി ഇടപെട്ട് വരികയാണ്. അപ്പോൾ ചെന്നിത്തലയുടെ 2026 ആയിരിക്കുമോ എന്നതാണല്ലോ പ്രധാനപ്പെട്ട വിഷയം ഇനി നമ്മുടെ മുന്നിലുള്ളത്. അതോ VD സതീശൻ്റെ 2026 ആണോ? അതോ ഈ 2 പ്ലെയേഴ്സിനെയും വെട്ടി KC വേണുഗോപാൽ ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമോ? അങ്ങനെയുള്ള 3 ചോയ്സസ് ആണ് മുന്നിലുള്ളത്. അതിൽ ആദ്യത്തെ 2 ചോയ്സിൽ ചെന്നിത്തല വേഴ്സസ് VD സതീശൻ, അതിൽ എന്തായാലും ഇപ്പോൾ ഈ താക്കോൽ സ്ഥാന പരാമർശത്തിൽ തെറ്റിപ്പിരിഞ്ഞ സുകുമാരൻ നായരും രമേശ് ചെന്നിത്തലയും അടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തല കോൺഗ്രസിൽ കൂടുതൽ പവർഫുൾ ആവുകയാണ് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കീ പ്ലെയറായി രമേശ് ചെന്നിത്തല മാറുകയാണ്. ഇനി ഇവരുടെ പ്രായം കൂടി നോക്കാം. KC വേണുഗോപാലിന് 61 വയസ്സ്, VD സതീശൻ 60 വയസ്സ്, രമേശ് ചെന്നിത്തലയ്ക്ക് 68 വയസ്സ്. ഈ 3 നേതാക്കൾക്ക് മുസ്ലിം ലീഗുമായുള്ള ബന്ധം അതും പ്രധാനപ്പെട്ടതാണ്. കാരണം അടുത്ത തെരഞ്ഞെടുപ്പിൽ ലീഗായിരിക്കും ഒരു പ്രധാനപ്പെട്ട ഡിസിഷൻ മേക്കറായി മാറാൻ പോകുന്നത്. UDFനുള്ളിൽ ലീഗ് പറയുന്ന, അതുപോലെ തന്നെ മറ്റ് മുസ്ലിം സംഘടനകൾ താല്പര്യപ്പെടുന്ന എല്ലാവരും ചേർന്ന് UDFനൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക. മുസ്ലിം സംഘടനകളെല്ലാം ഇപ്പുറത്തേക്ക് CPIMലേക്ക് പോകുമെന്ന് കരുതാൻ കഴിയില്ല. അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്താൻ CPIMന് അല്ലെങ്കിൽ LDFന് കഴിയണം. അത് നിലവിലത്തെ സാഹചര്യത്തിൽ എന്തായാലും UDFന് അനുകൂലമായ രീതിയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു താല്പര്യം ആരാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് കൃത്യമാണ്, രമേശ് ചെന്നിത്തലയാണ്. ലീഗിൻ്റെ താല്പര്യം എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റൊരു നേതാവ് KC വേണുഗോപാൽ ആയാൽ പോലും. അപ്പോൾ ഇവിടെ അങ്ങനെയുള്ളൊരു നാച്ചുറൽ ചോയ്സായി അവിടെ ലീഗിൻ്റെ ഭാഗത്തും നിൽക്കുന്നത് രമേശ് ചെന്നിത്തലയാണ്. അത് VD സതീശൻ മനസ്സിലാക്കേണ്ടതാണ്. മറ്റൊരു കാര്യം, പാർട്ടിയെ പൂർണ്ണമായി ഏതെങ്കിലും ഒരു വ്യക്തി കേന്ദ്രീകരിച്ച് തൻ്റെ സ്വന്തമാക്കി അല്ലെങ്കിൽ തൻ്റെ വരുതിക്ക് നിർത്താൻ നോക്കുന്നു, അങ്ങനെ ഒരു ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാവരും കൂടി ഒന്നിക്കും. ആ ഒരു ഒന്നിക്കൽ ഇവിടെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. സതീശൻ പാർട്ടി പിടിക്കാൻ പോകുന്നു എന്ന രീതിയിലുള്ള ഒരു ചിന്ത അത് കോൺഗ്രസിനുള്ളിൽ വളരുന്നുണ്ടെങ്കിൽ അത് വരും ദിവസങ്ങളിൽ കൂടുതൽ വലിയ ചർച്ചകളിലേക്ക് പോകും. അപ്പോൾ മുൻ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ജനകീയ മുഖമായ രമേശ് ചെന്നിത്തലയിലേക്ക് ഒരു റീ അലൈൻമെൻറ്റിലേക്ക് പോകും. AI ഗ്രൂപ്പുകളായി നിന്ന പഴയ ആളുകളൊക്കെ ഒന്നിച്ച് ഇങ്ങോട്ട് വരും. തദ്ദേശ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ഈ ഗ്രൂപ്പ് പോലെ VD സതീശൻ വേഴ്സസ് രമേശ് ചെന്നിത്തല പോലെ രൂക്ഷമാകാനും സ്വന്തം നിലയ്ക്ക് സ്ഥാനാർത്ഥികളെ എങ്ങനെയാണോ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും തമ്മിൽ തർക്കമുണ്ടായിരുന്നപ്പോൾ കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നു, അതേ രീതിയിലുള്ള മറ്റൊരു പോരാട്ടത്തിലേക്ക് ഒരുപക്ഷെ പോകാനുള്ള സാധ്യതയുമുണ്ട്. ഇതിൽ ഇനി അറിയേണ്ടത്
KC വേണുഗോപാലിൻ്റെ പിന്തുണ ആർക്കായിരിക്കും എന്നുള്ളതാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് ഒപ്പം നിൽക്കുമോ, VD സതീശനൊപ്പം നിൽക്കുമോ? നിലവിലെ സാഹചര്യത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ഒപ്പം നിൽക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. കാരണം പരസ്യ പ്രസ്താവനകളെക്കുറിച്ച് പറഞ്ഞത് അത് രമേശ് ചെന്നിത്തലയെ മാത്രം വിലക്കി നിർത്താനായിട്ടുള്ളതല്ല. കാരണം ആ പ്രസ്താവന KC വേണുഗോപാൽ നടത്തിയതിന് ശേഷവും രമേശ് ചെന്നിത്തല സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് ഒരു പ്രസ്താവന പോലും ആ വിഷയത്തിൽ KC വേണുഗോപാൽ നടത്തിയിട്ടുമില്ല. VD സതീശൻ ഇനി രമേശ് ചെന്നിത്തലയ്ക്കെതിരെ നീങ്ങാം, എൻ്റെ കൂടെ യുവ നേതാക്കളുണ്ട്, എൻ്റെ കൂടെ ലീഗ് നിൽക്കും, കാരണം ഷാഫി പറമ്പലിനെ ഉപയോഗിച്ച് ലീഗിനെ അടക്കം എൻ്റെ ഫേവറിൽ എനിക്ക് കൊണ്ടുവരാൻ കഴിയും എന്നൊക്കെ ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണയാണ്. അങ്ങനെ സംഭവിക്കാൻ പോകുന്നില്ല. ഒരിക്കലും ലീഗ് രമേശ് ചെന്നിത്തലയെ തള്ളിപ്പറയില്ല. അപ്പോൾ മാത്രമല്ല, മറുഭാഗത്ത് നിൽക്കുന്ന NSSും SNDPയും ഒക്കെ VD സതീശനെതിരെ തിരിയും, കോൺഗ്രസിനെതിരെ തിരിയും. രമേശ് ചെന്നിത്തലയെ ഇനി തള്ളിപ്പറയുന്ന അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയെ ഇകഴ്ത്തുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നാൽ ഇനി VM സുധീരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇവരൊക്കെ ആരെ പിന്തുണയ്ക്കുമെന്നാണ് കരുതുന്നത്? ഇവരൊക്കെ രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കുകയുള്ളൂ. VD സതീശനെ പിന്തുണയ്ക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ എന്തായാലും ഹൈക്കമാൻഡിൻ്റെ താല്പര്യം, രമേശ് ചെന്നിത്തല ഇപ്പോൾ പ്രവർത്തക സമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അതിൽ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ട രീതിയിൽ പരിഗണിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു പരാതി നിലനിൽക്കുന്നുണ്ട് എന്ന് ഹൈക്കമാൻഡിന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് UDFന് അധികാരം കിട്ടുകയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തലയെ പരിഗണിക്കാൻ അവർ ഒരുപക്ഷെ തയ്യാറായിരിക്കും. പ്രതിപക്ഷ നേതാവ് VD സതീശന് ബാക്കിയുള്ളവരിൽ കൂടി ഒരു അക്സെപ്റ്റൻസ് വേണം, പ്രത്യേകിച്ചും മുസ്ലിം ലീഗിൽ നിന്ന് ഒരു അക്സെപ്റ്റൻസ് വേണം. അത് നിലവിൽ ഉള്ളത് രമേശ് ചെന്നിത്തലയ്ക്കാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് നമ്മുടെ ചോദ്യം പ്രസക്തി കൂട്ടിയോ എന്നുള്ളതാണ്. നേരത്തെയും പ്രസക്തിയുണ്ട്, ഇനി ആ പ്രസക്തി കൂടി വരുന്നതായിരിക്കും കേരള രാഷ്ട്രീയത്തിൽ കാണാൻ പോകുന്നത്. Meet the editors.